നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് 10-ലധികം പുതിയ തലമുറയിലുള്ള ഗായകരെ എക്സൈസ് നിരീക്ഷിച്ചു വരുന്നുവെന്ന ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പരിപാടികളുടെ മറവിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസിൻ്റെ പുതിയ നീക്കം. കലാകാരന്മാർ കൂടുതലും ലഹരി വസ്തുക്കളിൽ അഡിക്റ്റ് ആകുന്നു എന്ന ആരോപണം കുറച്ചു കാലമായി കേൾക്കുന്നുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ഈ വിവരം പങ്കുവയ്ക്കുന്നു. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. പുതുതലമുറ ഗായകരിൽ ഈയിടെ പ്രശസ്തരായ ചിലരൊക്കെ വലിയ രീതിയിൽ രാസലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. പരിപാടിക്ക് എത്തുന്നതിന് മുൻപ്, അതായത് സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് പോലും ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇവരിൽ പലരും സ്റ്റേജിലേക്ക് എത്തുന്നത് എന്നുള്ളത് പ്രാഥമിക പരിശോധനയിൽ എക്സൈസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 പേരോളമാണ് എക്സൈസ് ഇങ്ങനെ കൃത്യമായി നിരീക്ഷണത്തിലൂടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ചില ആളുകൾ ഈ പാർട്ടികൾ, അതായത് സംഗീത നിശകൾ ഉൾപ്പെടെ ലഹരി കച്ചവടത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ എല്ലാവരും തന്നെ പുതുതലമുറ ഗായകരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവരുടെ ലിസ്റ്റ് എക്സൈസ് തയ്യാറാക്കിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ ഇവരുടെ മുടി ഉൾപ്പെടെ ശേഖരിച്ചത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് രാസലഹരിയുടെ സാന്നിധ്യം ഉറപ്പിച്ച് അറസ്റ്റിലേക്ക് നീങ്ങാനാണ് എക്സൈസിന്റെ തീരുമാനം. പ്രാഥമിക ഘട്ടത്തിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ഗായകരും പരിപാടിയിൽ പൂർണ്ണ ഊർജ്ജം ലഭിക്കുന്നതിനാണ് ഇത്തരത്തിൽ രാസലഹരിയെ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വശം. ശ്യാംകുമാർ.